ഡിയേഴ്സ്, എല്ലാവർക്കും എസ്മോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരിക്കലും കാണിക്കാത്ത ഒരു സ്ഥലമാണ് ഞാൻ പ്ലാന്റ് വെച്ചേക്കുന്ന സ്ഥലമാണ് ഞാൻ കാണിച്ചു തരുന്നത്. സ്പേസ് ഇല്ലാത്തത് കാരണം ഈ സ്റ്റെയറിൻ്റെ സൈഡിൽ ആണ് ഞാൻ ഈ പ്ലാന്റുകൾ വച്ചേക്കുന്നത്. വെയിൽ കൊള്ളണ്ട, പക്ഷേ ഇതിന് വെയിൽ കൊള്ളണം എന്നാണ് തോന്നുന്നത്. ഇതൊക്കെ നല്ലവണ്ണം പിടിക്കുന്നുണ്ട്. അന്ന് ചീത്തയായി പോയി എന്ന് ഞാൻ പറഞ്ഞില്ല, വീഡിയോ ഇട്ട ആ 2 പ്ലാന്റാണ്. അപ്പോൾ അത് രണ്ടും നല്ലവണ്ണം പിടിക്കുന്നുണ്ട്. പിന്നെ ഇത് വെയിൽ വേണോ എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു തരണേ. വെയിലില്ലാത്ത സ്ഥലത്താണ് വെച്ചേക്കുന്നത്. ഈ കളറ് കൂടുതലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിൽ വേണം എന്നാണ് തോന്നുന്നത്, അറിയില്ല. പക്ഷേ ഈ ഒരു ഇവിടെ ഈ ലീഫ് വരുന്നത് ഇച്ചിരി കളറുണ്ട്. പിന്നെ ഇത് എല്ലാം നല്ലവണ്ണം പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് കൂടെ ആയിക്കഴിഞ്ഞ ശേഷം സെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ, കൂടുതലായിട്ട് ഇത് വന്നിട്ടില്ല. ഈ സിങ്കോണിയം ഇത് നല്ലതായിട്ടുണ്ട്, ഇതും നല്ലതായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രൊപ്പഗേഷൻ എങ്ങനെയെന്ന് അറിയില്ല, ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഇതും വളരുന്നുണ്ട്, എല്ലാം പിടിക്കുന്നുണ്ട്. ഈ സൈഡിൽ വെച്ചേക്കുന്നതെല്ലാം പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. ഇതും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നതാണെന്ന് തോന്നുന്നു ഈ പ്ലാന്റ്. അങ്ങനെ പേരുകളൊന്നും ഒരുപാട് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ ഈ സൈഡിൽ വെച്ചേക്കുന്നതെല്ലാം നമുക്ക് പിടിക്കുന്നുണ്ട്. സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വയ്ക്കുന്നത്. അപ്പം ഫ്രണ്ടിൽ ഇനി ഒരു സ്ഥലവും ഇല്ല, അപ്പുറത്തെ സൈഡിലും ഇല്ല, മതിലില്ല, അങ്ങനെ ഒരു സ്ഥലവും ഇല്ല. പിന്നെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കുറച്ച് ചെടികൾ വയ്ക്കാം. പക്ഷേ ഇവിടെ നല്ല എലിയുടെ ശല്യമുണ്ട്. എലി വന്ന് ഇത് തന്നെ എനിക്ക് പേടിയാണ്. ഈ ചുവരിൻ്റെ സൈഡിനൊക്കെ വന്ന് എലി വന്ന് കിളച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊക്കെ പോകും. അതുകൊണ്ട് എനിക്ക് ഈ സൈഡിൽ എനിക്ക് പേടിയാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എലി മറിച്ച് തള്ളി ഇടൂ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ സ്ഥലവും കൂടെയൊക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം ഫില്ലായി ഇരിക്കുവാണ് ഇവിടെയെല്ലാം. പിന്നെ നമുക്ക് കുറച്ച് തണ്ട് ഇവിടെ തീയൊക്കെ ഇട്ട് കളയാനുള്ള സ്ഥലവും അങ്ങനെയൊക്കെ ഉള്ള അതേ ഉള്ളൂ. ബാക്കി എല്ലായിടും ഫില്ലായി ഇരിക്കുവാണ്. പിന്നെ കുറച്ച് ചെടിയും കൂടെ എനിക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അത് നമുക്ക് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പെൻഡിങ്ങിലാണ്. ഇത് കണ്ട നമ്മുടെ കറിവേപ്പ് ഇങ്ങനെ അവിടെ ആയിട്ട് നമുക്ക് പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ നിർത്താനും പറ്റത്തില്ല അതിനെയൊക്കെ. ഞാൻ പിന്നെ കുറച്ചൊക്കെ അന്ന് നിന്നതെല്ലാം ഞാൻ പിഴുത് മാറ്റി ഒരു കവറിലൊക്കെ വെച്ചിട്ടുണ്ട്. പിടിക്കുമെന്ന് അറിയില്ല, അതങ്ങനെ മാറ്റി ഞാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലവും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതൊന്നും വിചാരിക്കും ഈ സ്ഥലവും കൂടെ ഒരു വീഡിയോ ആയിട്ട് ഇടണമെന്നുള്ളത്. ഇനിയും വയ്ക്കാം കേട്ടോ. ഞാനിവിടെ തടി കുറച്ചുകൂടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ പ്ലാന്റ്സ് ഇവിടെ സെറ്റ് ചെയ്യാം. വെയിൽ വേണ്ടാത്ത വെറൈറ്റികളാണെങ്കിൽ നമുക്കിവിടെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് എടുക്കാൻ കഴിയും. സെയിൽ പോസ്റ്റ് ഇടാനൊക്കെ പറ്റും. ഇവിടെയൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ ശേഷം കുറച്ചൊക്കെ കൂടെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇനി ഓണത്തിരക്കിനിടയ്ക്ക് ഒന്നും കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ തൊട്ടാണ് കുറച്ചൊന്ന് ആക്റ്റീവായത്. ഇന്നലെ മുകൾ ഭാഗം എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴുകി കളഞ്ഞ് എല്ലാം ശരിയാക്കി എല്ലാ ടബിലും വെള്ളമൊക്കെ ഒഴിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 1-2 വെറൈറ്റിയുടെ ട്യൂബേഴ്സ് കൂടെ ഉണ്ട്. വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. കുറച്ച് ആമ്പലും കുറച്ച് 1-2 വെറൈറ്റിയുടെ ട്യൂബേഴ്സും, സുബി, പിന്നെ ക്യാമില ലവ് എന്നുള്ള പുതിയ വെറൈറ്റി, പിന്നെ ലിൻഡിങ് ചെന്നിൻ്റെ ഒരു ട്യൂബറും കൂടെ സെയിലിനായിട്ടുണ്ട്. പിന്നെ ബ്ലൂ വിസിൽ, അങ്ങനെ കുറച്ച് ആമ്പലും, ഒരു 3-4 വെറൈറ്റി ആമ്പലും കൂടെ സെയിലിനായിട്ട് ഉണ്ട്. അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നാളെ തന്നെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അല്ല, ഇതെന്തോന്നാ വന്ന് തിന്നിട്ട് പോയതാണ്. പക്ഷെ നല്ല ലീഫാണ് അല്ലേ, നല്ല ഭംഗിയുണ്ട് ലീഫ് കാണാൻ. രണ്ടും ഒന്നാണോയെന്നറിയില്ല, ആണോ എന്തോ അറിയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.